നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ അനുഗ്രഹീതമായ പകലിൽ നിന്റെ വിലപ്പെട്ട ദാസനെ കൂടെ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരല്പസമയം കൂടെ ഞങ്ങൾ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളോട് കർത്താവ് സംസാരിക്കണമേ. ദൈവവചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി ദൈവം തുറക്കണമേ. ജനത്തെ വിവേചിച്ച് ദൈവം ഇടപെടണമേ. മഹത്വം മുഴുവൻ ഇന്ന് പകലും അങ്ങ് തന്നെ എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ വിശിഷ്ടമായ 4 കഥാപാത്രങ്ങൾ ഈ വായിച്ച വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, ഒരു വീണ്ടെടുപ്പുകാരൻ. 2, മക്കൾ. 3, നായ്ക്കുട്ടികൾ. 4, കരയുന്ന ഒരമ്മ. പ്രൈസ് ദി ലോർഡ്. ഒരു മകളുടെ വിടുതലിന് വേണ്ടി പെരുവഴിയിൽ യേശുവിൻ്റെ പിന്നാലെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മിനിറ്റുകളല്ല, മണിക്കൂറുകൾ, ദൈർഘ്യമായ ചില സമയങ്ങൾ ഒരു മകളുടെ സൗഖ്യത്തിന് വേണ്ടി ഒരു അമ്മ കരയുകയാണ്, പെരുവഴിയിൽ കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടും കേട്ടിട്ടും ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ യേശു മുൻപോട്ട് തന്നെ പോവുകയാണ്. ശിഷ്യന്മാർക്ക് പോലും ഭയങ്കരമായ സിമ്പതി തോന്നി. ഞാൻ തുടക്കത്തിലെ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നമുക്ക് സിമ്പതി തോന്നുന്ന വിഷയങ്ങളിലെല്ലാം ദൈവത്തിന് സിമ്പതി തോന്നണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരോട് നമുക്ക് പെട്ടെന്ന് ഭയങ്കര കരുണ തോന്നും, ഭയങ്കര ദയ തോന്നും, അടിയന്തരമായി അവരെ സഹായിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് തോന്നുന്ന പലരോടും അതേ സിമ്പതി ദൈവത്തിന് തോന്നണമെന്നില്ല. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, എനിക്ക് കരുണയുണ്ട്, പക്ഷെ എല്ലാവരോടുമില്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് എനിക്ക് കരുണയുണ്ട്. എനിക്ക് ദയ തോന്നണമെന്നുള്ളവരോട് എനിക്ക് ദയയുണ്ട്. ഇന്ന് പകൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരുണയുടെ പരിധിക്കകത്ത് ഞാനുണ്ടോ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കും എല്ലാം സൗഖ്യം കൊടുക്കുക. അതിനകത്ത് 9 യഹൂദന്മാരുമുണ്ട്, ഒരു ശമരിയക്കാരനുമുണ്ട് 10 കുഷ്ഠരോഗിക്കകത്ത്. 9 യഹൂദൻ സൗഖ്യം പ്രാപിച്ചു, ഒരു ശമരിയക്കാരൻ മാറി നിൽക്കണമെന്ന് യേശു പറഞ്ഞില്ല. 10 പേരോടും പറഞ്ഞു, പൊയ്ക്കോ, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. അവർ പോകുന്ന പോക്കി 10 പേരും, അതിനകത്ത് യഹൂദനുമുണ്ട് ശമരിയക്കാരനുമുണ്ട്. അപ്പോൾ അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയല്ല വിടുതൽ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ ഇത് ഒരു സ്ത്രീയോട് വളരെ അവഗണന കാണിക്കുകയാണ്. നമ്മളെ ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചു വന്നാൽ നന്നായി പഠിപ്പിക്കുന്ന ദൈവദാസനാണല്ലോ നമ്മുടെ പാസ്റ്റർ. നിങ്ങൾ അനവധി പ്രാവശ്യം ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം വിവരിക്കാൻ ഞാൻ സമയം എടുക്കുന്നുമില്ല. എൻ്റെ വിഷയം അതല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ
കനാനെ ദൈവം ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിതാക്കന്മാരുടെ ശാപം. അപ്പന്റെ ശാപം ഏറ്റുവാങ്ങിയ തലമുറകളിലേക്ക് അത് പകരുന്നതായിട്ട് കാണാം. പ്രൈസ് ദി ലോർഡ്. പിള്ളേരുടെ കല്യാണം ആലോചിച്ചപ്പോഴും അപ്പൻ പറഞ്ഞു, കനാന്യ സ്ത്രീയിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പൊ ഒരു വിവാഹ ബന്ധം പോലും അവരെന്ത് ചെയ്യുന്നില്ല, കനാന്യരിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. അത്ര വെറുക്കപ്പെടുന്ന ഒരു കൂട്ടര്. എൻ്റെ പഠനം ശരിയാണെങ്കിൽ അക്കാലത്ത് 3000-ലധികം സൈസ് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവങ്ങൾക്ക് പഞ്ഞമുണ്ടായിട്ടല്ല ഇപ്പോൾ യേശുവിൻ്റെ പുറകെ വന്നേക്കുന്നത്. ഈ ഒരു കൊച്ചിൻ്റെ വിഷയത്തിൻ്റെ പേരിൽ പോകാത്ത ഇടങ്ങളില്ല. പക്ഷെ അവിടെ എങ്ങും തനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഏറ്റവും ഒടുവിൽ അറ്റ കൈയായിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തിട്ട് പോലും പരിഗണന കൊടുക്കാത്തൊരു വിഷയത്തിൽ അവളുടെ ഒരു വാക്കാണ് അവിടെ വിടുതലിന് കാരണമായത്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, സ്ത്രീയെ, ഇത് മക്കളുടെ അപ്പമാണ്, അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. അന്ന് ഒരു കഴുതയുടെയോ ഒരു കാളയുടെയോ ഒരു നായ്ക്കുട്ടിയുടെയോ വില യഹൂദൻ കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവൾ അനുഗമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴുതയ്ക്കുള്ള വില പോലും നായ്ക്കുട്ടിക്കുള്ള വില പോലും ഇവർക്ക് കൊടുക്കാത്ത സമയം. പ്രൈസ് ദി ലോർഡ്. അർത്ഥാൽ 100% അവഗണിക്കപ്പെടുന്ന, പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, പരിഹസിക്കപ്പെടുന്ന, ശാപഗ്രസ്തരായ, അത് ഏതാണ്ട് 4000 വർഷമായിട്ട് ആ ശാപത്തിന്റെ ശക്തി ഇങ്ങനെ ഈ കനാന്യ ജാതിയെ പിന്തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് ഈ കരയുന്ന സഹോദരിയുടെ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ യേശു അഴിച്ചുവിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ 11ാമത്തെ പകൽ വർഷങ്ങളുടെ പഴക്കം കൊണ്ടോ ശാപങ്ങളുടെ ദൈർഘ്യം കൊണ്ടോ പാരമ്പര്യമായി കെട്ടപ്പെട്ട വിഷയങ്ങൾ കൊണ്ടോ അഴിയത്തില്ലെന്ന് നിന്നോട് വാദിക്കുന്ന വിഷയങ്ങൾ പോലും തക്ക സമയത്ത് നിന്നിൽ നിന്ന് വെളിപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒറ്റ വാക്കിൽ അത് അഴിച്ചു കളയാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന എത്ര പേരുടെ വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ശിഷ്യന്മാര് പറയാതെ ഈ വിഷയത്തെ പരിഹരിക്കാൻ യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മറുപടി. യേശു ആശ്ചര്യപ്പെടുന്ന എഴുതിയേക്കുന്നത്. അവളെ നോക്കി പിൻഗമിക്കുന്ന ജനത്തോട് പറയുകയാണ്, ഇസ്രായേലിൽ പോലും ഇങ്ങനത്തെ ഒരു വിശ്വാസം. അവൾ പറഞ്ഞു, പിള്ളേരുടെ പോക പിള്ളേർക്ക് കൂടെ, അത് അവർ കഴിക്കട്ടെ. മക്കളെ എല്ലാം മക്കൾക്ക് കൊടുത്തേരെ. ഞാൻ മക്കളെ ചോദിക്കാൻ വന്നതല്ല, മക്കളെ എനിക്ക് കിട്ടത്തില്ലെന്നും അറിയാം. സ്തോത്രം. പക്ഷെ അവകാശം മക്കൾക്ക് മാത്രമല്ലോ, നായ്ക്കുട്ടിക്കും ഉണ്ടല്ലോ. മേശയെ വിളമ്പുന്ന എല്ലാം പിള്ളേർ കഴിച്ചോട്ടെ, മേശയെന്ന് പൊഴിയുമല്ലോ, എനിക്കത് മതി. ഇന്ന് പകൽ പൊഴിഞ്ഞു വീഴുന്നതായാലും എനിക്കത് മതി എന്ന് പറയാൻ തയ്യാറുള്ള കരയുന്ന മാതാവേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ മറുപടി തരുവാൻ ഇന്ന് പകൽക്കാല കർത്താവിന് കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവൾ അനുഗമിക്കുന്ന യേശു ആരാന്ന് നമുക്ക് നല്ല നിശ്ചയമാ. ശൗമേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 6, 7, 8 വാക്യത്തിൽ
ഹന്ന ആത്മാവിൽ പാടുന്നൊരു പാട്ടുണ്ട്, സിയോൻ ഗീതാബേലിലെ പാട്ടൊന്നുമല്ല. സ്തോത്രം. 2-ാം അധ്യായം 6, 7, 8 ഒന്ന് വായിച്ചു വിട്ടേര്. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കേക്കണേ, സൗഖ്യം മാത്രമല്ല, ജീവൻ മാത്രമല്ല, ഇന്ന് അവക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ സേവിക്കുന്ന ദൈവം കൊല്ലണമെങ്കിൽ കൊല്ലുകയും ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, പാതാളത്തിൽ ഇറക്കണമെങ്കിൽ നിൽക്കുന്ന ഭൂമിയെ കാൽച്ചുവട്ടിൽ നിന്ന് 2ആയി വിഭജിച്ചിട്ട് കോരക, ദാതാൻ, അബീരാൻ കൂട്ടുകെട്ടുകളെ താഴോട്ട് താഴ്ത്തി പാതാളത്തിൽ ഇറക്കുകയും അപ്പൊ തന്നെ പാതാളത്തിൽ കിടക്കുന്നവനെ ഉദ്ധരിക്കണമെങ്കിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിരോധമായി മത്സരിച്ചു നിൽക്കുന്നതിനെ പാതാളത്തിൽ ഇറക്കുമ്പോൾ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഉദ്ധാരണങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുകയാ. ഉച്ചരിച്ചുകൂടാത്ത ഭാഷയാൽ ആലയത്തിനകത്ത് ചങ്കുപൊട്ടിക്കരഞ്ഞ സഹോദരി ഇപ്പോൾ ഉച്ചരിക്കുക. വളരെ അപകർഷതാബോധം ഉളവാക്കുന്ന മറുപടികൾ ആലയത്തിലെ അഭിഷക്തന്റെ വായിൽ നിന്ന് കേട്ടിട്ട് പ്രതികരിക്കാത്ത അവള് ഇപ്പോൾ ആത്മാവിനൊരു പാട്ട് പാടുകയാണ്. ചേട്ടാ, ഞാൻ സേവിക്കുന്ന ദൈവം മക്കളെ തരുന്നവൻ മാത്രം ഒന്നുമല്ല, എന്റെ ദൈവത്തിന് കൊല്ലാൻ അറിയാം, എന്റെ ദൈവത്തിന് ജീവിപ്പിക്കാൻ അറിയാം, എന്റെ ദൈവത്തിന് പാതാളത്തിൽ ഇറക്കാൻ അറിയാം, എന്റെ ദൈവത്തിന് ഉദ്ധരിക്കാൻ അറിയാം. അടുത്ത വാക്യം. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. രണ്ടും നൽകാൻ എന്റെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ദാരിദ്ര്യം നൽകുന്ന ദൈവത്തിന് ഐശ്വര്യം നൽകാനും കഴിയുമെന്ന് വിശ്വസിച്ച് ഇവിടെ ഇത്ര പേരുണ്ട്. ആത്മാവ് രാവിലെ വചനത്തിലൂടെ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ ദൈവം ഐശ്വര്യം തരുന്ന ദൈവമാണ്. ചില കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ളിൽ തന്നെ ചില ഐശ്വര്യകരമായ നന്മകൾ ദൈവം പകർന്നുകൊണ്ട് ജനത്തിന്റെ സ്ഥിതിക്ക് മുഴുവൻ മാറ്റം വരുത്തുമെന്ന് ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നത്. വചനം ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. ഐശ്വര്യവും നൽകുന്നു, ദാരിദ്ര്യവും നൽകുന്നു. തീർന്നില്ല. അവൻ താഴ്ത്തുകയും അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം അവന് താഴ്ത്താൻ അറിയാം, അവൻ ഉയർത്താൻ അറിയാം. ഈ മെബീബോസേത്ത് എന്ന് പറയുന്ന 2 കാലും മുടന്തനായ ചെറുക്കൻ, ശേഷിച്ചിരിക്കുന്ന ഇനി ആ ഒരു ചെറുക്കൻ കൂടെ ഉള്ളൂ. അവനെ എങ്ങനെയും രക്ഷപ്പെടുത്താനായിട്ട് ധാത്രി നടത്തിയ വലിയൊരു ശ്രമമാണ്. ആ ചെറുക്കനെ എടുത്തുകൊണ്ട് ഓടുന്ന പോക്കിൽ വേരെ തട്ടിയോ കല്ലേ തട്ടിയോ ഈ ധാത്രി മറിഞ്ഞു വീണത് ഈ കൊച്ചിൻ്റെ മണ്ടയ്ക്കോട്ട. അന്നേരം കൊച്ചിൻ്റെ കാല് 2 ഒടിഞ്ഞു പോകുകയോ അത് മുട്ടിന് മേളിലാണോ താഴെയാണോ എന്ന് എനിക്കറിയില്ല. എന്തുവായാലും കാല് 2ഉം പോയി. വെച്ച് കെട്ടാനൊന്നും പോയില്ല. വെച്ച് കെട്ടാൻ പോയാൽ കൊച്ചിനെ കൊല്ലും. അതുകൊണ്ട് സംഭവിച്ചത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കൊച്ചിനെ വളർത്തി. പക്ഷെ കൊച്ചി 2 കാലും മുടന്തുള്ളവനായിപ്പോയി. ഇത് ജന്മനാ ഉണ്ടായ മുടന്തല്ല, ഉണ്ടാക്കിയ മുടന്ത. സ്തോത്രം. പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി ധാത്രി എടുത്തുകൊണ്ട് ഓടുന്ന പോക്കിൽ, അപ്പൊ രക്ഷിക്കാൻ പോകുന്ന പോക്കിലും ചിലർക്ക് അനർത്ഥമുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങളുടെ നാട്ടില് ഒരു രോഗിയെ ആംബുലൻസെ കൊണ്ടുപോവാ. സ്തോത്രം. പോന്ന പോക്കിൽ ആംബുലൻസ് മറിഞ്ഞ് കയ്യാലക്കുഴി പോയി രോഗി മരിച്ചു. അപ്പൊ നമ്മൾ രക്ഷിക്കാൻ നോക്കിയാലും ചിലർ രക്ഷപ്പെടത്തില്ല. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ മനസാക്ഷി കൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇനി 100 മൈൽ സ്പീഡുള്ള ആംബുലൻസെ കൊണ്ടുപോയാലും ദൈവത്തിന് പ്ലാനൊന്നുമില്ലെങ്കിൽ, അപ്പൊ ഈ കൊണ്ടുപോകുന്ന പോക്കിൽ ഇവനെ വീണ് കാല് 2 ഒടിഞ്ഞു. ഇവൻ അങ്ങനെ കഴിയുക. സ്തോത്രം. ഇവന്റെ കാലൊടിഞ്ഞു ഒന്നും അറിയാതെ തന്നെ
ഈ മുടന്തനും കണ്ണുപൊട്ടനും ഒന്നും ഇവിടെ പ്രവേശിക്കരുതെന്ന് നേരത്തെ രാജാവ് വിധി എഴുതി വെച്ചേക്കുക. സ്തോത്രം. അപ്പൊ നിയമം ഇവൻ അനുകൂലമല്ല. രാജാവിന്റെ കൽപ്പനയാ, ഒറ്റ മുടന്തന് ഇവിടെ ചെയ്തേക്കല്ലേ, ഒറ്റ കണ്ണുപൊട്ടന് ഇവിടെ ചെയ്തേക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. കാലൊടിഞ്ഞു, സമ്പത്ത് പോയി, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവന് നിയമമെതിരായി. പ്രൈസ് ദി ലോർഡ്. എന്നേരമാണ് രാജാവിന്റെ ഉള്ളിൽ ദയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. രാജാവിന് ദയുണ്ടായപ്പോ രാജാവ് ചോദിച്ചു, ശൗലിന്റെ നിമിത്തം ഒന്നുമല്ല, യോനാഥാന്റെ നിമിത്തം. ഒരു കുടുംബത്തിൽ ഒരുത്തനേലും ഗുണമുണ്ടെങ്കിൽ ആ ഗുണമുള്ളവന്റെ നിമിത്തം അർഹതയില്ലാത്തവന്റെ മേൽ അനുഗ്രഹത്തെ പകരുന്ന നല്ല സ്തോത്രം ഈ പകൽക്കാലം പറയണം. ശൗലിന്റെ നിമിത്തമല്ല, യോനാഥാന്റെ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ സീബ പറഞ്ഞു, ഒരുത്തനുണ്ട്, പക്ഷേ നിയമപ്രകാരം അകത്ത് വരാൻ ഒക്കുന്നവനല്ല. ഒരുത്തനുണ്ട്, അവൻ രണ്ടു കാലും മുടന്തന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറഞ്ഞു, നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ, അവൻ എവിടെയായാലും കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്ന ഉടനെ ആദ്യം പറഞ്ഞത് ശൗലിനും, ശൗലിന്റെ അപ്പൻ കീശിനും, ശൗലിന്റെ മകൻ യോനാഥാനും, ജന്മനാ ഉള്ളതും രാജാവായി കഴിഞ്ഞ് ഉണ്ടാക്കിയതും എല്ലാം നിനക്ക് തന്നേക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ സ്ഥിതി മാറുക. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. അവൻ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വന്നവൻ ഉദ്ധരിക്കുന്നവനായ ദൈവമാ. ഉദ്ധരിക്കപ്പെടത്തില്ലെന്ന നിയമം പോലും എതിരായി നിന്നാലും ഒരുത്തനെ ഉദ്ധരിക്കാൻ ദൈവത്തിന് ദയ തോന്നിയാൽ എത്ര പേര് ഈ പകൽ വിശ്വസിച്ച് ദൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, രാജാവ് തുടരുക. ഈ തന്ന സ്വത്തിനകത്തുള്ള വീടിനകത്ത് നീ പോയി താമസിക്കാല്ല പറഞ്ഞേ, നീ നിത്യം എന്റെ മേശന്ന് ആഹാരം കഴിക്കും. സ്തോത്രം. അപ്പം ദാവീദ് രാജാവിനെ കാണാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ഭരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു. ഇന്ത്യയിലെ ഈ സംവിധാനം എല്ലാം ഒരുക്കി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം പോകുന്ന പുറകെ കാനഡയിലെ പ്രസിഡന്റ് വരുന്നു, ചൈനയിലെ പ്രസിഡന്റ് വരുന്നു. ഇവരെല്ലാം വരുന്നവളെ ആഹാരം കൊടുക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഒരു പുള്ളിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ വരുന്നവരൊക്കെ ചോദിക്കും, ഈ VIP ഡൈനിങ്ങിൽ ഈ ഇരിക്കുന്ന ചട്ടുകാലനാരാ? ഉടനെ അത് അവനോട് ചോദിക്കാൻ പറയും. അപ്പം അവൻ പറയും, ഉദ്ധരിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ എത്രയും താഴാമോ, എത്രയും തകരാമോ അത്രയും തകർന്നതാ. പക്ഷെ അർഹതയില്ലാത്ത എൻ്റെ ദൈവം താണവനെ ഉയർത്തുന്ന. ഹല്ലേലൂയ. ഉദ്ധരിക്കുന്ന പകൽ ആ ദൂതങ്ങ് ഏറ്റെടുത്തു. ഒരു സാധ്യതയുമില്ലെന്ന് ലോകം മുഴുവൻ നിന്നോട് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഒരു നായ്ക്കുട്ടിയുടെ വില കൽപ്പിച്ചില്ലെങ്കിലും എത്ര പേര് ഈ പകൽ ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഒരു നായ്ക്കുട്ടിയുടെ വില കൽപ്പിച്ചില്ലെങ്കിലും രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഈ ചിലരെയൊക്കെ ഉയർത്താൻ വേണ്ടി ദൈവം മറയ്ക്കും കേട്ടോ. ഇന്ന് രാവിലെ ദൈവം തന്നൊരു വെളിപ്പാടാ. ഉയർത്താൻ വേണ്ടി മറയ്ക്കും എന്ന് പറഞ്ഞ എല്ലാരും പറഞ്ഞു. രംഗത്ത് സജീവമായി നിന്നൊരു വലിയ സൈന്യാധിപൻ, അടുത്ത ഫറവോ ആകേണ്ടിയവൻ, ഒരു ദിവസം നേരം എടുത്തപ്പോ കളത്തിലില്ല. നാട്ടുകാർ മുഴുവൻ മഷിയിട്ട് നോക്കിയിട്ട് ആ മനുഷ്യനെ 40 വർഷം കണ്ടില്ല.
എവിടെയാന്ന് പോലും അറിയത്തില്ല. രംഗത്ത് സജീവമായി നിന്ന ഒരുത്തനെ തമ്പുരാൻ 40 വർഷത്തേക്ക് ഒറ്റ മറയ്ക്കാം. സ്തോത്രം. 4 ദിവസം കഴിഞ്ഞാൽ മറക്കുന്ന നമ്മൾ 40 ദിവസം കൊണ്ട് അവളുടെ പേര് വരെ മറന്നു. പക്ഷെ 40ാമത്തെ ദിവസം ദൈവം ഒന്ന് ഉയർത്തി. പിന്നത്തെ ഒരു 40 വർഷം ചെങ്കടലിനോ യോർദാനോ മാറായിക്കോ ഒന്നും തന്നെ തടയാൻ കഴിഞ്ഞില്ല. മറയ്ക്കുന്നത് ഉയർത്താനാന്ന് രാവിലെ ആത്മാവ് പറയുന്നു. ചില ദിവസങ്ങളിലേക്ക് നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് ആരാധിച്ചോണം ഇന്ന് പകൽ. ചില സമയത്തേക്ക് ദൈവം നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഹല്ലേലൂയ. അപ്പന്റെ അനുഗ്രഹം വാങ്ങി സഹോദരന്മാർക്ക് കൊടുക്കാൻ ഒരു കൊട്ടയ്ക്കകത്ത് അപ്പവുമായിട്ട് ഒരു ചെറുക്കം വീട്ടിൽ നിന്ന് നല്ല നിലയങ്കി ഇട്ടുകൊണ്ട് പോയതാ. പിന്നെ 13 വർഷം അവനെ ആരും കണ്ടിട്ടില്ല. സ്തോത്രം. ഈ പൊട്ടക്കണ്ടി പോയെന്ന് ചേട്ടന്മാർക്കറിയാം, അടിവ് വ്യാപാരി കൊണ്ടുപോയെന്ന് വരെ അവർക്കറിയാം. പിന്നെ അവർക്കും ഒന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ പരന്ന കഥ ദുഷ്ടമൃഗം അവനെ എന്ത് ചെയ്തു? കടിച്ചു കീറി കൊന്നു. പ്രൈസ് ദി ലോർഡ്. രംഗത്തൂന്ന് അവൻ മറഞ്ഞു. പ്രാർത്ഥനാ മുറിയിൽ ഇപ്പോൾ അവനില്ല. വെളിപ്പാട് പ്രാപിക്കുന്ന മുറിയിൽ അവനില്ല. പിശാച് പറഞ്ഞ് അവൻ തീർന്നു. ഇല്ല. അവനെ മിസ്രൈമിലെ രാജാവ് ഉയർത്തിക്കൊണ്ടുവന്നു. മറയ്ക്കുന്നത് ഉയർത്താനാ. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീട്ടിൽ നിന്ന് ജോലി തേടി ഷൗമേൽ ബ്രിങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കണ്ടാ വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പേഴ്സണാലിറ്റി ഇല്ല, വെച്ചുകെട്ടൊന്നുമില്ല. അവൻ വില്യം മൂത്ത് എന്ന് പറയുന്ന വലിയ ദൈവദാസന്റെ പുറകെ നടന്ന ഒരു ചെറിയ ജോലിതാ. കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടൊരു ചെറിയ പണി തന്നാ മതി. വില്യം മൂത്ത് പറഞ്ഞു, ഇവിടെ നിന്നെ ഒന്നും പണിക്കെടുക്കാനുള്ള പണിയൊന്നും ഇവിടെ ഇല്ല, വേറെ പണി നോക്കാൻ പറഞ്ഞു. അവൻ പോയില്ല. ആട്ടിവിട്ടിട്ടും പോയില്ല. ഇവൻ പോത്തിൽ നിന്നാണോ പറഞ്ഞുകൊണ്ട് ആ ഷൂ ഇരിക്കുന്ന ട്രാക്കിനകത്ത് കയറി ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. 16 വർഷം ഷൂ പോളിഷ് ചെയ്യുന്ന റൂമിനകത്ത് അവനെ അടച്ചു. 16 വർഷം വീട്ടുകാരവനെ കണ്ടില്ല. സ്വത്രം പറയണം. അവൻ തീർന്നെന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ 16ാമത്തെ ദിവസം 16ാമത്തെ വർഷം 50,000 പേര് പങ്കെടുക്കുന്ന കൺവെൻഷന്റെ സമാപന രാത്രിയിൽ സ്റ്റേജിൽ അവൻ പൊങ്ങി. എന്റെ ദൈവം താഴ്ത്തുന്നവനും ഉയർത്തുന്നവനുമാ. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇനി ഉയരത്തിലെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരച്ചിലരെ ഇന്ന് പകൽ കര പിടിച്ചുയർത്താൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 11ാമത്തെ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പക്ഷെ നിന്നിൽ നിന്ന് ഇന്ന് പകൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിടുതലിന്റെ മറുപടി വെളിപ്പെടണം. നായ്ക്കുട്ടി എന്ന് വിളിച്ചാൽ ഉടനെ ദേഷ്യപ്പെട്ട് ഈ നയമാനെ ഒന്ന് ശ്രദ്ധിച്ചേ. നയമാന് കുഷ്ഠം മാത്രം അല്ലായിരുന്നു കേട്ടോ, അവന് കോപം ഉണ്ടായിരുന്നു. അതൊക്കെ പ്രത്യക്ഷപ്പെടേണ്ടിടത്ത് എന്ത് ചെയ്യത്തുള്ളൂ? പ്രത്യക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ കാണുമ്പോൾ പുള്ളി പട്ടാളക്കാരനാണ്, മഹാനാണ്, സൈന്യാധിപനാണ്, പിന്നെ വീട്ടുകാർ നോക്കുമ്പോൾ കുഷ്ഠമുണ്ട്. പക്ഷേ പുള്ളിക്കില്ലാത്തൊരു കാര്യം ശുശ്രൂഷയുടെ സമയത്ത് വെളിപ്പെട്ടു. സ്തോത്രം. ഏലിശ പറഞ്ഞു, നീ പോയി 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങാൻ പറഞ്ഞു. ഉടനെ അവൻ ക്രുദ്ധിച്ചു, കോപിച്ചു എന്ന് എഴുതിയേക്ക്. നമ്മുടെ ധാരണ കുഷ്ഠം മാത്രമേ ഉള്ളെന്നാ. നമ്മൾ അതിനുവേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഇവനെ കുഷ്ഠം മാറ്റുന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, വെളിപ്പെട്ട് നിൽക്കുന്നത് കുഷ്ഠമേ ഉള്ളെങ്കിലും വെളിപ്പെടാത്ത ചില പോരിവനകത്തുണ്ട്. നിന്റെ അനുഗ്രഹത്തിന് തടസ്സം മനസ്സിലാകുന്നുണ്ടോ? കണ്ടാ സൗമ്യനാന്നൊക്കെ നമുക്ക് തോന്നിയാലും കാര്യം വരുമ്പോൾ ക്രുദ്ധിക്കുന്ന, കോപിക്കുന്ന ഒരു വ്യാപാരം ഇവന്റെ അകത്തുണ്ട്. പക്ഷെങ്കിൽ നായ്ക്കുട്ടി എന്ന് വിളിച്ചിട്ട് പോലും
ഹലോ, എടാ യോർദാനി മുങ്ങാൻ പറഞ്ഞാൽ അവൻ കുർത്തിച്ച് ഇവളെ നായ്ക്കുട്ടി എന്ന് വിളിച്ചിട്ട് അവള് പറയാണ് നായ്ക്കുട്ടിയാ. നായ്ക്കുട്ടിക്ക് മേശന്ന് വീഴുന്ന കിട്ടുമല്ലോ. ഹലോ, എനിക്ക് അർഹതയില്ലാത്ത ഒന്നും ചോദിക്കാൻ ഞാൻ ഇന്ന് പകൽ വന്നിട്ടില്ല. എനിക്ക് അർഹതയില്ലാത്ത എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ വേണ്ട. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അർഹതപ്പെട്ടത് മതി. അവരെ ഒന്ന് പ്രാർത്ഥിച്ച സ്ഥിതി ദൈവം മാറ്റാൻ പോകുകയാ. ഞാൻ പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെടുവാൻ ദൈവം പറയുന്നു, അർഹതയുള്ളത് ചോദിച്ചോ, ഇന്ന് ദൈവം തരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയം ദൈർഘ്യമാക്കുന്നില്ല. ഈ അഭിനാദാബിന്റെ വീട്ടിലെ അർഹതയില്ലാത്തവന്റെ വീട്ടിൽ, അത് ശരി, അഭിനാദാബ് എന്നുള്ള പേര് ഞാൻ അങ്ങ് മാറ്റി അർഹതയില്ലാത്തവന്റെ വീടെന്ന് പറയാൻ പോവാൻ. അവന്റെ വീട്ടിൽ വന്ന് ഈ പെട്ടകം 20 വർഷം ഇരുന്നു. എത്ര? 20 വർഷം. ഒരു 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 സിംഗിൾ പൈസയുടെ അനുഗ്രഹം അവൻ്റെ വീട്ടിൽ ഉണ്ടായില്ല. സ്തോത്രം. എടുത്തോണ്ട് പോയപ്പോൾ മോനെ തട്ടിയിട്ടാ പോയെ. പ്രൈസലോ. പോന്ന പോകൽ ഉസായ എന്ത് ചെയ്തു? കൊന്നേച്ചു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അർഹതയില്ലാത്തവന്റെ പടിക്കൽ ഈ പെട്ടകം വന്നു കയറി. മറ്റേ കൊണ്ട വെച്ചതാ, ഇത് വന്നു കയറിയ ഒരല്ലേ പറയണം. അവന് വന്നപ്പോഴേ മനസ്സിലായി അധികം നാളിരിക്കാൻ സാധ്യതയില്ല. ഉള്ള സമയം ശരിക്കും യൂസ് ചെയ്യണം. ഹല്ലേലൂയ. അവനാ കിട്ടിയ സമയം അങ്ങ് വിനിയോഗിച്ചു. മറ്റവൻ 20 വർഷം ഉപയോഗിക്കാത്തത് ഇവനാ കിട്ടിയ സമയം എണ്ണി 90 ദിവസം. അവനാ ഭാര്യയും പിള്ളാരെയും എല്ലാം വിളിച്ചു പറഞ്ഞു, നമുക്ക് ഈ 3 മാസം ജോലിക്കും വേലയ്ക്കും പോകണ്ട, ഇതിനോട് ചേർന്നിരുന്ന് ആരാധിക്കാമെന്ന് പറഞ്ഞു. പെട്ടകത്തോട് ചേർന്നിരുന്ന് അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. 3 മാസം കൊണ്ട് അവന്റെയും കുടുംബത്തിന്റെയും തലമുറയുടെയും എല്ലാ സ്ഥിതി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് രാവിലെ മുഴുവൻ സ്ഥിതികളെ മാറ്റാൻ നീ ഇതിനൊന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തയ്യാറായാൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഒരു അല്പസമയം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം എന്നെ വളരെ ഇന്ന് രാവിലെ ചിന്തിപ്പിച്ചു. അതൊന്നും പ്രസംഗിക്കാൻ ഇന്ന് പകല് ഞാൻ സമയമെടുക്കുന്നെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു തരാം. വാക്യം ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കപ്പെടേണ്ട ശക്തമായ ഒരു വചനമാണ്. ഞാനിന്ന് ഒറ്റ കാര്യം മാത്രം ഓർപ്പിക്കാനാണ് വായിച്ചത്. ഇടയിൽ നിന്നുള്ള മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പൊ എന്നോട് രാവിലെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, അസൂയക്കാരുടെ ഇടയിൽ നിന്ന്, മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, പോഷ്കു പറയുന്നവന്റെ ഇടയിൽ നിന്ന്. നല്ലപോലെ ആരാധിച്ചോളെ. എന്നോട് കർത്താവ് രാവിലെ ഇടപെട്ട ഒരു വിഷയം, മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, അസൂയക്കാരുടെ ഇടയിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഒന്ന് വിശ്വസിച്ച് ആരാധിച്ചു. ഇന്ന് രാവിലെ ചിലതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. ചിലരുടെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം ഉയർത്താൻ പോകുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പാർക്കുന്ന ഇടം ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്.
നീ പാർക്കുന്നിടത്ത് തന്നെയാണ് പിശാച് സിംഹാസനം ഇട്ട് വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയാം. ഒരല്ലേ പറഞ്ഞേ, ഉടനെ നീ സ്ഥലം വിട്ട് റാന്നിക്കൊന്നും വരണ്ട. പ്രൈസ് ദി ലോർഡ്. നീ പാർക്കുന്ന ഇടം നിന്നെ കാട്ടി കൂടുതൽ വ്യക്തമായിട്ട് നിന്റെ കർത്താവിനറിയാം. സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പേടിച്ച് വെപ്രാളം പിടിച്ചു പോകണ്ട. അതിൻ്റെ ഇടയിൽ നീ പാർക്കുന്ന അവന്റെ സിംഹാസനം വെച്ചതിന്റെ ഇടയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ആ ആഭിചാരക്കാരുടെ ഇടയിൽ നിന്ന്, ആ മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, ആ പോഷ്ക് പ്രചരിപ്പിക്കുന്നവന്റെ ഇടയിൽ നിന്ന്, നിനക്ക് വിരോധമായി സംസാരിക്കുന്നവന്റെ ഇടയിൽ നിന്ന്, നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന പോരുകളുടെ ഇടയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവകരം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ രാവിലെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് പകൽ, ഈ 11ാമത്തെ പകൽ, ചിലതിന്റെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിന്നാ മതി. നീ വിളിച്ച ദൈവം വിശ്വസ്തന, നീ പിൻഗമിക്കുന്ന ദൈവം വിശ്വസ്തന. നിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. നിന്റെ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെയില്ല. നീ ദൈവത്തിൽ ആശ്രയിച്ചു പോയാൽ അവൻ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ മാനിക്കുന്നവനും സ്നേഹിക്കുന്നവനുമായ ദൈവമാണ്. അവൻ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. മെബീബോസത്തിനെ ഉയർത്തിയതുപോലെ, ശൗമേൽ ബ്രിങ്കലിനെ ഉയർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ചിലനെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. തേജസ്സേറിയ ദൈവകൃപയുടെ ഒരു പകർച്ച നിന്റെ മേൽ പകരുവാൻ ഇന്ന് മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ദാരിദ്ര്യവും ഐശ്വര്യവും തരുന്നത് അവനാണ്. ഇന്ന് പകൽക്കാലം നിന്റെ പക്കൽ ഐശ്വര്യം തരുവാൻ മറയാൻ തയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ 40 വർഷം മറയപ്പെട്ടവൻ സന്തോഷം കൊണ്ട് പാടിയ പാട്ടാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുക. മോശേ ഫറവോന്റെ കൊട്ടാരം വിട്ട് ഓടിയിട്ട് ഈ 40 വർഷം നീ എവിടെയായിരുന്നു? നമ്മുടെ കൂട്ട് ചാടിക്കേറി മിദ്യാനിലെ പുരോഹിതന്റെ ആടുകളെ തീറ്റി അവിടുത്തെ പെങ്കൊച്ചിനെയും കല്യാണം കഴിച്ച് ജീവിക്കാന്നല്ല പറഞ്ഞേ. ഹലോ, മോശയുടെ മറുപടി അത്യുന്നതന്റെ മറവിലായിരുന്നു. ഞാൻ 40 വർഷം സർവശക്തന്റെ നിഴലിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് മിദ്യാന്യ പുരോഹിതന്റെ ആടുകളെ മേയ്ക്കുന്നിടത്ത് പകൽ പറക്കുന്ന വ്യാപാരം ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന വ്യാപാരം ഉണ്ടായിരുന്നു, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വ്യാപാരം ഉണ്ടായിരുന്നു. ആണിനിമേലും സിംഹത്തിന്മേലും ഞാൻ ചവിട്ടിയായിരുന്നു, ബാലസിംഹങ്ങളും പെരുമ്പാമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും എന്നോട് അടുക്കാതിരുന്നത് എന്നെ മറച്ചൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നെ മറയ്ക്കുന്ന വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്നെ മറച്ചോ ദൈവമാ. ഹല്ലേലൂയ. മോശ പറഞ്ഞു, ഞാൻ താമസിച്ചെടുത്ത് പകല് പറക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ പാർശ്വങ്ങളിലൂടെ കഥ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. നിന്റെ വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പറക്കുന്ന അസ്ത്രങ്ങൾ, സഞ്ചരിക്കുന്ന മഹാമാരികൾ. നിന്റെ വണ്ടിക്ക് 110 മൈൽ സ്പീഡാണെങ്കിൽ സഞ്ചരിക്കുന്ന മഹാമാരിക്ക് സ്പീഡുണ്ട്. അവസരം കിട്ടിയ കേറിമുട്ടാൻ, ഇടിച്ചു തകർക്കാൻ അവ സഞ്ചരിക്കുക. പക്ഷേ ഭക്തൻ പറഞ്ഞു, ഞാൻ മറവിനകത്താ. ഹലോ, ഞാൻ അത്യുന്നതന്റെ മറവിലാ. 40 വർഷമായിട്ട് മറച്ചേക്കുക. ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം മറയുന്നവനെ സമയം വരുമ്പോൾ കോരേബിൽ ഉയർത്താൻ കഴിവുള്ള
ഓ, ആത്മാവിന്റെ ശക്തിയേറിയ ദൂത് പറയട്ടെ, ചിലതിനെയൊക്കെ ഈ ദിവസങ്ങളിൽ കത്തുന്ന മുൾപ്പടർപ്പ് വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നിന്നെ ദൈവം ഉയർത്താൻ പോകുകയാ. ഓ, മറഞ്ഞിരുന്നവനോട്, മറച്ചു വെച്ചവനോട് ദൈവം പറഞ്ഞു, കയറി വാ, നിന്റെ കൂടെ വേറെ ആരും കാണല്ല, നീ തനിയെ കയറി വാ. എനിക്കൊരു അഭിഷേകം പകരാനുണ്ട്, എനിക്കൊരു തേജസ് പകരാനുണ്ട്, എനിക്കൊരു ശുശ്രൂഷ ഫലമേൽപ്പിക്കാനുണ്ട്. ഒരു കൂട്ടം ജനത്തിന്റെ കെട്ടഴിക്കാൻ ദുഷ്ടൻ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ പിടിപ്പിപ്പാൻ എനിക്ക് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ഇന്ന് പൽക്കാലം ചിലതിന്റെ മേൽ ഹല്ലേലൂയ ഓ റബല ശബ്ദരാധികാരമനബലബലബലബസ് യേശുവിന്റെ നാമത്തിൽ. ഓ, രക്തത്താലേ ജയം, രക്തത്താലേ ജയം. ഹല്ലേലൂയ. മറയപ്പെട്ട മോശ 40 വർഷം ജനത്തിന് ആഹാരം കൊടുത്തു. മറയപ്പെട്ട യോസഫ് ക്ഷാമകാലം മുഴുവൻ ഭൂതലത്തിലുള്ള, മോശ ഇസ്രായേൽ ജനത്തിന് മാത്രമേ മന്ന കൊടുത്തുള്ളൂ. യോസഫ് ഭൂതലത്തിലുള്ള, കണ്ണ് തുറന്ന് തന്നെ നോക്കി എല്ലാവരും, ഭൂതലത്തിലുള്ള സകല മനുഷ്യർക്കും ജോസഫാണ് ധാന്യം അളന്നു കൊടുത്തത്. മറ്റോ പറക്കിയിട്ട് അളക്കുമായിരുന്നു, ഇവൻ അളന്നു കൊടുക്കുമായിരുന്നു. ഒരു സ്വത്രം പറയണം. ഇസ്രായേൽ മക്കൾ പറക്കിയിട്ട് ഇടങ്ങരി വെച്ച് അളക്കുകയായിരുന്നു, പക്ഷെ യോസഫ് ആവശ്യക്കാരന് അളന്നു കൊടുക്കുകയായിരുന്നു. ഇന്ന് പലക്കാലം യോസഫേ, എല്ലാവരുടെ ക്ഷാമം മാറ്റാൻ നിനക്കെങ്ങനെ ഇത് കിട്ടിയത്? ഉത്തരവുണ്ട്. ഒരു 13 വർഷം അപ്പൻ കാണാതെ, അമ്മ കാണാതെ, 10 ചേട്ടന്മാര് കാണാതെ സ്വർഗം എന്നെ മറച്ചേക്കായിരുന്നു. ആ മറവിലിരുന്നു കൊണ്ട് ഞാൻ പ്രാപിച്ചതാ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം മറവിലിരുന്ന് പ്രാപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പകരാൻ കഴിയുന്ന ഒരു അഭിഷേകം. ജീസസ്. ബൈബിൾ കോളേജിൽ പഠിക്കാത്ത BTHും CTHും MDHും PGയും ഡോക്ടറേറ്റും ഇല്ലാത്ത സാമുവേൽ ബ്രിങ്ക്ലിൻ, പുള്ളി ഡിഗ്രി പോളിഷ്. സ്തോത്രം. വില്യം ബൂത്ത് വന്ന് പറഞ്ഞു, ഇന്ന് രാത്രി നീ പ്രസംഗിക്കണം, ദൈവം എന്നോട് പറയുന്നു. ഇത് പറയുമ്പോൾ പുള്ളി തലകറങ്ങി വീഴുമെന്നാണ് വില്യം ബൂത്ത് വിചാരിച്ച്. ഹലോ, പോളിഷ് ചെയ്യുന്ന മുറിക്കാതിരിക്കുന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ അത് സമാപന രാത്രി. പ്രൈസലോ. അവൻ പറഞ്ഞു, നോക്കെ ഞാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞു. ചോദിച്ചു, നീ പ്രസംഗിക്കുവോ? അല്ല, ഞാൻ പ്രസംഗിക്കും. പ്രൈസലോ. അവൻ ഡ്രസ്സ്, ഈ പോളിഷ് ചെയ്യുന്ന ഡ്രസ്സല്ലേ. അന്നേരം പുള്ളി പെട്ടെന്ന് പോയി ഒരു ഡ്രസ്സൊക്കെ നമ്മളെ ശൗരി ദാവീദിനെ ഇടിപ്പിച്ചു. സ്തോത്രം. അതെല്ലാം ഇട്ട് 6 ഷൂ ആയിരിക്കും ഇട്ടുകൊണ്ട് പുള്ളി സ്റ്റേജേ വന്നു. വലിയ പുരുഷാരം, 19,000 പേര്. ഇപ്പോൾ അനുഗ്രഹീതനായ ദൈവദാസൻ, ഇന്ന് രാത്രി വരേണ്ട ദൈവദാസന് പകരം ശൗമേൽ ബിൻഗ്ലിൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞ് പുള്ളി സ്റ്റേജിലോട്ട് കയറി. പുള്ളി പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. കണ്ണടച്ചു. 2 മിനിറ്റ് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ കസാറയിലില്ല. 50,000 പേര് പങ്കെടുത്ത യോഗത്തിനകത്തോടെ ഒറ്റയാൾ പോലും കസാറയിലില്ല. ബ്രിങ്ക്ലിൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥനയിൽ തന്നെ എല്ലാവരും പോയെങ്കിൽ പിന്നെ പ്രസംഗിച്ചാൽ സ്ഥിതി എന്തായിരിക്കും? പുള്ളി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ 50,000 പേര് മുട്ടേ കിടക്ക താഴെ. ഇരിക്കാൻ പറഞ്ഞൊന്നുമില്ല. വില്യം ബൂത്തിന് ശേഷം ആ പ്രസ്ഥാനത്തെ ദീർഘവർഷങ്ങൾ നയിച്ചത് ആ മനുഷ്യനാ. ഒരു സ്വോത്രം പറയണം. മറയ്ക്കുന്നത് ഒരല്പസമയത്തേക്ക് നിന്നെ മറയ്ക്കുന്നത്, നിന്നെ ഇല്ലാതാക്കാനല്ല. ആർക്ക് ഉയർത്താൻ കഴിയാത്ത ചില വേദികളിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പസമയത്തേക്ക് മറച്ചാലും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. അങ്ങനെ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലിയ വെളിപ്പാട് പ്രാപിച്ച ഈ
കോരേബിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട തീയുടെ അഭിഷേകം പ്രാപിച്ച മോശ 5 പുസ്തകം എഴുതി, കുറേ സങ്കീർത്തനങ്ങൾ എഴുതി. സ്തോത്രം. പക്ഷെ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വെളിച്ചം കിട്ടിയ ഭക്തൻ 14 പുസ്തകം എഴുതി. ഈ പ്രാപിക്കുന്നതനുസരിച്ചാ ശുശ്രൂഷയുടെ വലിപ്പേ. നല്ല പറയണം. പ്രൈസറോ. അദ്ദേഹം 14 പുസ്തകം എഴുതി. 35-ൽ പരം രാജ്യങ്ങളിൽ സഭ സ്ഥാപിച്ചു. അക്കാലത്ത് യൂറോപ്പ് മുഴുവൻ ഇളക്കി മറിച്ചു. അർത്തമീസ് പോലുള്ള വ്യാപാരങ്ങളെ വെട്ടി നിലത്തിട്ടു. അവിടെ മന്ത്രവാദിയുടെ പുസ്തകം എല്ലാം കരിച്ചു. ഇന്ന് പകലും പട്ടണത്തിൽ ചെന്ന് കരിഞ്ഞുകൊണ്ടിരിക്കുകയാ. ആത്മാവി 11-ാമത്തെ പകൽ ദൂത് പറയുന്നു, ഉയർന്ന് നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ വെട്ടി മറിച്ചിട്ടിട്ട് ചിലനെ കരിക്കുന്ന ഒരു വ്യാപാരം ദൈവം പകരുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ. അപ്പൊ രാവിലെ ഇടപെട്ട ആ വചനം ഞാൻ പറഞ്ഞ നിർത്തുകയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പൊ എന്നോട് രാവിലെ കർത്താവ് പറഞ്ഞു, ചിലതിന്റെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. എനിക്കറിയത്തില്ല എന്തുവന്ന്. ഹല്ലേലൂയ. എന്നോട് ദൈവം പറഞ്ഞ അസൂയക്കാരുടെ ഇടയിൽ നിന്ന്, കണ്ണുകടിക്കാരുടെ ഇടയിൽ നിന്ന്, ദുർമന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, ഓ ഹല്ലേലൂയ, ആഭിചാരക്കാരന്മാരുടെ ഇടയിൽ നിന്ന്, അന്യാരാധനക്കാരുടെ ഇടയിൽ നിന്ന് ദൈവം ചിലതിനെ ഉയർത്താൻ പോകുക. ഏറ്റെടുക്കുന്നവർ ഈ പകൽ ആരാധിക്കട്ടെ. ചിലതിന്റെ ഒക്കെ ഇടയിൽ നിന്ന്, ഇടയിൽ നിന്ന്, ഇടയിൽ നിന്ന്. ഓ ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. ചിലതിന്റെ ഇടയിൽ നിന്ന്, ചിലതിന്റെ ഇടയിൽ നിന്ന്, ഓ ചില കനാന്യ ശക്തികളുടെ ഇടയിൽ നിന്ന്. ഹല്ലേലൂയ. എന്നേരമായി ഈ വാക്യം പറഞ്ഞ കനാന്യരുടെ ഇടയിൽ നിന്ന് നീ എന്റെ കൊച്ചനൊരു പെണ്ണിനെ എടുക്കല്ല. സ്തോത്രം. നീ ഒഴിവാക്കേണ്ട ചിലതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീ ചെന്ന് കയറില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ബന്ധുതയും കൂടരുത്. സഭ ഇണയല്ലാപ്പണ കൂടിയേക്കല്ലേ. വേർപാടിന്റെ ക്ലാസ് വരാൻ പോവാണല്ലോ. സ്തോത്രം. അരുതെന്ന് നിന്നോട് ദൈവം പറയുന്നതിനെല്ലാം നീ അരുതെന്ന് വെക്കണം. പരിശുദ്ധാത്മാവ് വിലക്കുന്ന ഒന്നിന് നീ പോയി കൈവെക്കരുത്. പരിശുദ്ധാത്മാവ് സമ്മതിപ്പിക്കാത്ത ഒന്നിന് നീ കൈവെക്കല്ലേ. പ്രൈസലോ. സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞു. ഒരു തീരുമാനം 11 പോലെ എടുത്തോ. എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന് ഹിതമല്ലാത്ത ഒരു കേസിനകത്ത് ഞാൻ ഇടപെടത്തില്ല. സന്തോഷമുള്ള കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചു. ദൈവികമല്ലാത്ത, ദൈവനിയോഗമില്ലാത്ത, ദൈവാത്മാവ് സമർപ്പിക്കപ്പെടാത്ത ഒന്നിന്റെ മേലും ഞാൻ കരം വെക്കത്തില്ലെന്ന് ഇന്ന് പോലെ ഏറ്റെടുക്കുന്നവർക്കായി ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പക്ഷേ നിനക്ക് അർഹതപ്പെട്ടത് നിന്നെ അപമാനിച്ചാലും മേടിച്ചോണ്ടേ പോകാവൂ. എന്റെ കുഞ്ഞ്, ഇത് മക്കൾക്കുള്ള സാധനമാണ്. ഇത് നായ്ക്കുട്ടികൾ കൊടുക്കാൻ. സ്തോത്രം. അയാൾ എന്നെ കയറി നായ്ക്കുട്ടി എന്ന് വിളിച്ചതിന് മേലിൽ ഞാൻ ആ യോഗത്തിനും പോകുന്നില്ല, അവരുടെ സഭയിലും പോകുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരല്ല, മലയാളികളുടെ കൾച്ചറേ അല്ല അവക്ക്. ഫ്രൈസലോ ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ ദുരഭിമാനമൊന്നും അവക്കില്ല. സ്തോത്രം പറയണം. അവക്ക് വേണ്ടത് വിടുതല. അവള് പറഞ്ഞു മക്കളുടെ അല്ല മക്കൾക്ക്. ഞാൻ മക്കളുടെ ഒന്നും ചോദിക്കാൻ വന്നില്ല, അത് മക്കൾക്ക് കൊടുത്തേര്. സ്തോത്രം. മേശയെന്ന് വീഴുമല്ലോ, അത് നായ്ക്കുട്ടിക്കുള്ളതല്ലേ, അത് ഞാൻ തരും. ക്ഷണത്തിൽ അവിടെ ബൈതൽ സൗഖ്യമായി. ഇന്ന് നീ ഒന്ന് സമർപ്പിച്ചാൽ ക്ഷണത്തിൽ ചില വിടുതൽ, മാസങ്ങളായി ഇല്ലാത്ത, വർഷങ്ങളായി ഇല്ലാത്ത ചില വിടുതലുകൾ ഇന്ന് പകൽ ക്ഷണത്തിൽ ദൈവം നൽകുകയാ. വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ ക്ഷണത്തിൽ ചില വിടുതലുകൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്കൊരുമിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. വീണ്ടും ചില അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ സഭയോടുള്ള ബന്ധത്തിൽ ദേശത്തിന് നടുവിൽ മറ്റുള്ളവരുടെ അസൂയ വർദ്ധിപ്പിക്കത്തക്ക നിലയിൽ, കുശുമ്പും കണ്ണുകടിയും കൂട്ടത്തക്ക നിലയിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അവന്റെ ആഭിചാര ക്രിയകൾ തുടരത്തക്ക നിലയിൽ നിന്നെ ദൈവം മാനിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞു.